guys. So part 1 കണ്ടതിന് ശേഷം നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് പാർട്ട് 2 ഓഫ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അല്ലേ? പാർട്ട് 2 ഓഫ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് പാർട്സ് ഓഫ് ബ്രെയിൻ. എന്താണ് പാർട്സ് ഓഫ് ബ്രെയിൻ? അതായത് ബ്രെയിനിൻ്റെ പല പല പാർട്സ്. അപ്പോൾ ബ്രെയിനിന് അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ നോക്കൂ, ഇതാണ് നിങ്ങളുടെ ബ്രെയിൻ അല്ലേ? സി, നമ്മുടെ ബ്രെയിൻ നമുക്കറിയാം, നമുക്ക് പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രെയിൻ കൺട്രോൾസ് ആസ്, ബ്രെയിൻ കോർഡിനേറ്റ്സ് ആസ്. അപ്പോൾ നമ്മളിന്ന് എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ വായിക്കാൻ പറ്റുന്നതും നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മുടെ ബ്രെയിനിൻ്റെ സഹായത്തോടെയാണ് അല്ലേ? ബ്രെയിനിൻ്റെ ഹെൽപ്പില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഞാനാണ് എന്നറിയുന്നത് തന്നെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഹെൽപ്പോടെയാണ്. സോ നമ്മൾ രസകരമായ ഒരു ടോപ്പിക്കാണ് പാർട്സ് ഓഫ് ബ്രെയിൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ 10th പഠിക്കാൻ പോകുന്നത് ഇതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. സോ ഈ ബ്രെയിനിൻ്റെ പാർട്സ് 3 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് ഫോർ ബ്രെയിൻ, പിന്നെ മിഡ് ബ്രെയിൻ, പിന്നെ ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഈ ഫോർ ബ്രെയിൻ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫോർ ബ്രെയിൻ എടുക്കുകയാണ്. ഫോർ ബ്രെയിനിൽ 3 പാർട്സ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയുന്നത് സെറിബ്രം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം യുവർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അത് ചോദിക്കുന്നതാണ്. ഓക്കെ, ആദ്യം സെറിബ്രം ഉണ്ട്, പിന്നെ തലാമസ്, പിന്നെ ഹൈപ്പോ തലാമസ്. അപ്പോൾ ആദ്യം തന്നെ സെറിബ്രത്തിനെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൽ ഏറ്റവും വലിയ ഒരു പാർട്ടാണ് ഏത്? നിങ്ങളുടെ ബ്രെയിൻ. അതാണ് ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, അല്ലെ ബിഗ്ഗസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. പിന്നെ ബ്രെയിനിൻ്റെ തിങ്കിങ് പാർട്ടാണ്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആലോചിക്കുന്നു, ഓക്കെ, അത് നിങ്ങൾ സെറിബ്രമാണ് ചെയ്യുന്നത്. പിന്നെ തിങ്കിങ്, മെമ്മറി, ഇൻ്റലിജൻസ്, റീസണിങ്, ഇമോഷൻസ്, പിന്നെ നിങ്ങൾ ചെയ്യുന്ന വോളണ്ടറി ആക്ഷൻസ്. ഇപ്പോൾ വോളണ്ടറി ആക്ഷൻസ് എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് വോളണ്ടറി ആക്ഷൻ? ഇപ്പം നിങ്ങളിപ്പോൾ നടക്കുകയാണ്, അത് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങളുടെ കൈ ആ ബോട്ടിലെടുക്കണം, ബോട്ടിൽ തൊട്ടെടുത്തുണ്ട്, ഓക്കെ, ആ ബോട്ടിലെടുത്ത് വെള്ളം കുടിക്കണം, അതൊരു വോളണ്ടറി ആക്ഷനാണ്. എന്നാൽ നേരെ മറിച്ച് ഒരു ഇൻവോളണ്ടറി ആക്ഷൻ എന്താണ്? നിങ്ങൾ കണ്ണടയ്ക്കുന്നത്, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് റേറ്റ്, ഇതെല്ലാം നിങ്ങളുടെ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. വോളണ്ടറി ആക്ഷൻസ്, ഇൻവോളണ്ടറി ആക്ഷൻസ് മനസ്സിലായോ? കാരണം നമ്മുടെ വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന സർട്ടൻ പാർട്സ് ഓഫ് ബ്രെയിൻ ആണ്, നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന സർട്ടൻ പാർട്സ് ഓഫ് ബ്രെയിൻ ആണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയാലേ ഇതൊക്കെ മനസ്സിലാക്കുള്ളൂ. ഇപ്പോൾ സെറിബ്രം അതാണ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, അതാണ് ഏറ്റവും വലിയ ഭാഗം. പിന്നെ അതാണ് ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി ആക്ഷൻസ്. ഓക്കെ, പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ തലാമസ്. എന്താണ് തലാമസ്? എന്താണെന്ന് പറയാമോ? തലാമസ് എന്ന് പറയുമ്പോൾ ഫോർ ബ്രെയിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് തലാമസ്. അതിങ്ങനെ ഇൻഫോർമേഷൻ കണ്ടക്ട് ചെയ്യും, അത്രയും നിങ്ങൾ 10th അറിഞ്ഞാൽ മതി. പിന്നെ ഹൈപ്പോ തലാമസ് എന്ന് പറയുമ്പോൾ ഈ തേഴ്സ്റ്റ്, ഹങ്കർ, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, തേഴ്സ്റ്റ്, ഹങ്കർ, അതിനെയൊക്കെ ഇത് തന്നെയാണ് ഹൈപ്പോ തലാമസ്. അപ്പോൾ ഫോർ ബ്രെയിൻ മനസ്സിലായല്ലോ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു മിഡ് ബ്രെയിൻ. എന്താണ്? ഈ കൺട്രോൾസ് റിഫ്ലെക്സ് ആക്ഷൻസ്. ചില റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക? നിങ്ങളിപ്പോൾ ഒരു ചൂട് പാത്രത്തിൽ തൊട്ടു, നിങ്ങളുടെ പെട്ടെന്ന് കൈ മാറ്റി. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ മിഡ് ബ്രെയിൻ ഗായ്സ്. അപ്പം മിഡ് ബ്രെയിൻ കാരണമാണ് ആ നിങ്ങൾ കൈ പെട്ടെന്നെടുത്ത് മാറ്റിയത്. പിന്നെ ചെറിയ ഇൻവോളണ്ടറി ആക്ഷൻസും മിഡ് ബ്രെയിൻ. ഇപ്പം നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്, അല്ലെ കണ്ണടയ്ക്കുന്നത്, ചിമ്മുന്നത്, അല്ലേ, അതൊക്കെ നിങ്ങളുടെ മിഡ് ബ്രെയിൻ കൺട്രോൾ ചെയ്യും. പിന്നെ മൂന്നാമത്തെ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആണ് ഹൈൻഡ് ബ്രെയിൻ. എന്താണ് ഹൈൻഡ് ബ്രെയിൻ? ഈ ഹൈൻഡ് ബ്രെയിനിൽ തന്നെ 3 പാർട്സ് ഉണ്ട്. ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ ബാക്കിലത്തെ പോർഷനാണ്. നിങ്ങൾക്ക് പിക്ചറിൽ കാണുമ്പോൾ മനസ്സിലാവും, ബാക്കിലത്തെ പോർഷൻ ആണ് ഹൈൻഡ് ബ്രെയിൻ. ആൻഡ് ഹൈൻഡ് ബ്രെയിൻ തന്നെ 3 പോർഷൻ, അതായത് 3 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ പാർട്സ്? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ സെറിബെല്ലം, സെക്കൻഡ് പാർട്ട് പോൺസ്, തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ മെഡുല ഓബ്ലോംഗേറ്റ. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് സെറിബെല്ലം എന്താണ്? ഇറ്റ് കൺട്രോൾസ് പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ദ ബോഡി.
കൺട്രോൾസ് ദ പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ദ ബോഡി. നിങ്ങളുടെ ബോഡിയിലെ പോസ്ചറും ബാലൻസ് ചെയ്യാനും, ഇപ്പോൾ സൈക്കിളൊക്കെ ഓടിക്കുന്നവരില്ലേ, ബാലൻസിങ്, അതിനൊക്കെ ഇത് കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. പിന്നെ ഒരു വോളണ്ടറി ആക്ഷൻസിന് ഒരു പ്രെസിഷൻ കൊണ്ടുവരും. അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കറക്റ്റഡ് വയ്ക്കുന്നത്, ഇപ്പം നടക്കുന്നത് നിങ്ങൾ പെർഫെക്റ്റ് വാക്കിംഗ് ആണെങ്കിൽ അതിൻ്റെ കാരണം സെറിബെല്ലമാണ്. നിങ്ങളിപ്പോൾ സ്വിം ചെയ്യുന്നത് അല്ലെ, പെർഫെക്റ്റ് ആയിട്ട് സ്വിം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത്, അതെല്ലാം കൺട്രോൾ ചെയ്യുന്ന സെറിബെല്ലമാണ്. വാട്ട് ഈസ് ഇറ്റ്? സെറിബെല്ലം. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പോൺസ്, PONS, പോൺസ്. അതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബ്രീത്തിങ് റേറ്റ്, നിങ്ങൾ ശ്വാസം എടുക്കത്തില്ലേ, ആ ബ്രീത്തിങ് റേറ്റ് കൺട്രോൾ ചെയ്യും. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ മെഡ്യൂല. അതെന്ന് പറയുന്നത് it controls involuntary actions like vomiting, blood pressure, salivation along with midbrain. നമ്മൾ പഠിച്ചു midbrainum involuntary actions. For example, vomiting, blood pressure, salivation. ഇതെല്ലാം midbrainum കൺട്രോൾ ചെയ്യും. മെഡ്യൂല ഒബ്ലോങ്കേറ്റ ഓഫ് ഹൈൻഡ് ബ്രെയിനും കൺട്രോൾ ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന, ഏതൊക്കെയാണ് ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന എന്നൊക്കെ നിങ്ങൾ പഠിക്കണം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ലെക്ചർ, പാർട്സ് ഓഫ് ബ്രെയിൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലോർത്തിയാൽ മതി. 3 parts of brain are forebrain, midbrain, hindbrain. Forebrain has 3 parts. ഏതൊക്കെയാണ്? സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്. പിന്നെ മിഡ് ബ്രെയിൻ ഒന്നുമില്ല. മിഡ് ബ്രെയിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾ പഠിക്കുക. മിഡ് ബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ്, കൺട്രോൾസ് റിഫ്ലെക്സ് ആക്ഷൻസ്. പിന്നെ ഹൈൻഡ് ബ്രെയിൻ എന്താണ്? അതിനൊരു 3 parts ഉണ്ട്. സെറിബെല്ലം, പോൺസ്, മെഡ്യൂല ഒബ്ലോങ്കേറ്റ. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ്. അപ്പോൾ ബ്രെയിൻ is covered by a 3-layered membrane called meninges. Okay, it is covered by a 3-layered membrane called meninges. ഇനി ഈ ഒരു ബ്രെയിൻ ഒരു ബോക്സ് പോലത്തെ ഒരു ഇതിലാണ് വച്ചിരിക്കുന്നത്. അതെന്താണെന്നറിയോ? ഒരു ബോക്സ് പോലത്തെ ഒരു സാധനം, ഒരു ബോണി ബോക്സ് കോൾഡ് ക്രേനിയം എന്ന് പറയും. ക്രേനിയം അല്ലെ അതിന് സ്കൾ എന്ന് പറയും. ക്രേനിയം അല്ലെങ്കിൽ സ്കൾ. പിന്നെ ഈ മെനിഞ്ചസിൻ്റെ ഇതുണ്ടല്ലോ, മെനിഞ്ചസ്, ഈ ബ്രെയിൻ 3-layered കവേർഡ് ബൈ മെനിഞ്ചസ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു ബ്രെയിൻ നമ്മൾ പറഞ്ഞത്, ബ്രെയിൻ ഒരു 3-layer ഓഫ് മെംബ്രെയിൻ കോൾഡ് മെനിഞ്ചസ് ആണ്. ഈ മെനിഞ്ചസിനകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ആ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിങ്ങളുടെ brain external shock, it protects the brain from external shock and injury. External shock ഇഞ്ചുറി ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ബ്രെയിൻ. അതുകൊണ്ടാണ് ബ്രെയിനിന് സേഫ് ആക്കി ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് പാർട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക്. ബ്രെയിനിന് 3 parts ഉണ്ട്. പിന്നെ ബ്രെയിൻ ഒരു ബോണി ബോക്സിനകത്തുള്ളിലാണ്. അതിൻ്റെ പേരാണ് ക്രേനിയം. അല്ലെങ്കിൽ നമ്മുടെ സ്കളെന്ന് പറയും, തലയൊട്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ. പിന്നെ ബ്രെയിന് 3-layered, it's covered by 3-layered membrane called meninges. പിന്നെ മെനിഞ്ചസിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അത് എക്സ്റ്റേണൽ ഷോക്കും ഇഞ്ചുറിനെയൊക്കെ എന്താണ്, ഇഞ്ചുറിയൊന്നും വരുത്താതെ അത് ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എന്താ പറയുക, ദ പാർട്സ് ഓഫ് ദ ബ്രെയിൻ. നിങ്ങളുടെ പാർട്സ്. അപ്പോൾ this is very important from the examination point of view, parts of brain from the chapter control and coordination. കാരണം അവരിങ്ങനെ ചിലപ്പോൾ MCQ ആയിരിക്കും ചോദിക്കുന്നത്. MCQ അല്ലായിരിക്കും, മേ ബി ചിലപ്പോൾ ഫംഗ്ഷൻ ചോദിക്കാതിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 1 word ആയിട്ട് ചോദിക്കാം, പിന്നെ എക്സ്പ്ലെയിൻ ദ പാർട്സ് ഓഫ് ബ്രെയിൻ ചോദിക്കാം. ആൻഡ് യു ഷുഡ് ഓൾസോ പ്രാക്ടീസ് ദ ഡയഗ്രാം. ഓക്കെ, ഡയഗ്രാമും പ്രാക്ടീസ് ചെയ്യാം. സോ എനിവേ, if you like this video, please subscribe, like and share this to your friends. Bye.